ഫാക്ട് ഓഫ് ലൈഫ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൺവേർഷനെ കുറിച്ചാണ് പറയുന്നത്. ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺവേർഷൻ ഓഫ് ഡെസിമൽ നമ്പർ ഇൻറ്റു ബൈനറി നമ്പർ. ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡെസിമൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാം? അതിന് എന്തുണ്ടായിരിക്കും? ഡിവിഡൻഡ് ഉണ്ടായിരിക്കും, ഡിവൈസർ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡിവിഡൻഡ് ആണ് ഡെസിമൽ നമ്പർ, ഡിവൈസർ ആണ് എന്ത്? ബേസ് ഓഫ് ദ ബൈനറി നമ്പറിൻ്റെ ബേസ്. അപ്പോൾ ഈ ഡിവൈസർ എന്ന് പറയുന്നത് ബൈനറി നമ്പറിൻ്റെ ബേസ് ആണ്. ബൈനറി നമ്പറിൻ്റെ ബേസ് എത്രയാണ്? 2 കൊണ്ടാണ് നമ്മൾ ഡെസിമൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുക? കോഷ്യൻ്റ് ഉണ്ടായിരിക്കും, റിമൈൻഡർ ഉണ്ടായിരിക്കും അല്ലേ? നമ്മളൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് ഉണ്ടാവും, റിമൈൻഡർ ഉണ്ടാവും. ഈ റിമൈൻഡേഴ്സ് ആണ് എന്ത്? നമ്മുടെ ബൈനറി നമ്പേഴ്സിൻ്റെ ബിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം കോഷ്യൻറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡേഴ്സ് ആണ് നമ്മുടെ ബൈനറി നമ്പറിൻ്റെ ബിറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ബൈനറി നമ്പറിൻ്റെ ബിറ്റ്സ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് റിമൈൻഡർ ആണ് ബൈനറി നമ്പറിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് റിമൈൻഡർ ആയിരിക്കും ബൈനറി നമ്പറിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അല്ലെങ്കിൽ LSB എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കോഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്യുക. ഓരോ പ്രാവശ്യം ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് കോഷ്യൻറ്റും റിമൈൻഡറും കിട്ടും. ഇങ്ങനെ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ സ്റ്റെപ്സ് എങ്ങനെ എവിടെ വരെ പോകണം? കോഷ്യൻറ്റ് ബിക്കംസ് 0. കോഷ്യൻറ്റ് 0 ആകുന്ന വരെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡറാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ബൈനറി നമ്പറിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് ലാസ്റ്റ് റിമൈൻഡർ. ബൈനറി നമ്പറിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിമൈൻഡറുമാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കോഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ റിമൈൻഡേഴ്സൊക്കെ കിട്ടി. ഇനി ഇതിനെ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? ലാസ്റ്റ് റിമൈൻഡറാണ്. അതിൽ നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റിമൈൻഡർ. അവിടെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മളുടെ ആ ഡെസിമൽ നമ്പറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ബോട്ടത്തിലാണ്, ബോട്ടം ടു ടോപ്പിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഡെസിമൽ നമ്പർ 25 ബേസ് 10 ഇട്ടു. അപ്പോൾ ഈ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഡെസിമൽ നമ്പറാണ്. എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. 25 നമ്മുടെ ഡിവൈസർ ഏതാണ്? 2 ആണ് അല്ലേ? ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഡിവൈസർ. അപ്പോൾ നമ്മളിവിടെ 2 കൊടുത്തു. 2 കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് എന്ത് കിട്ടും? 2 2ൽ 1 ടൈം, 2 5ൽ 2 ടൈം. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്തുണ്ട്? 1 ഉണ്ട് അല്ലേ? 2 2 4 അല്ല വരുന്നത്, 1 ഇവിടെ വരും. ഇനി നെക്സ്റ്റ് അഗെയിൻ ഈ കോഷ്യൻറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ ഫസ്റ്റ് റിമൈൻഡർ നമുക്ക് കിട്ടി. ഈ റിമൈൻഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കി 2 കൊണ്ട് 12നെ, അപ്പോൾ 2 6 ടൈംസ് വരുമ്പോഴാണ് 2 6 12. അപ്പോൾ അത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 0 ആണ് റിമൈൻഡർ വരുന്നത്. ഇനി 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 ടൈംസ് വരുമ്പോഴാണ് 6 വരുന്നത്. അപ്പോഴും ഇവിടെ റിമൈൻഡർ 0 ആണ്. 2 1 ടൈം വരുമ്പോൾ 2. അപ്പോൾ ഇവിടെ റിമൈനിങ് എന്തുണ്ട്? 1 ഉണ്ട്. അതാണ് റിമൈൻഡർ 1. ഇനി ഈ 1 ഇവിടെ നിർത്തരുത്. ഇങ്ങനെ പോവില്ല. നമ്മൾ കോഷ്യൻ്റ് എന്താക്കി മാറ്റണം? 0 ആയിട്ട് കൊടുക്കണം. അപ്പോൾ എഗെയിൻ ഒരു 2 ഇട്ടു. എന്നിട്ട് ഇവിടെ കോഷ്യൻറ്റിനെ 0 ആക്കി ഈ 1നെ പുറത്തേക്ക് എടുത്തിട്ടു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്
എഴുതുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, MSB എന്ന് വായിച്ചോളൂ. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഓക്കെ, അപ്പോൾ നോക്കി, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് റിമൈൻഡർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ലാസ്റ്റ് റിമൈൻഡർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക്, അതായത് ബോട്ടം ടു ടോപ്പിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ബൈനറി നമ്പർ അറേഞ്ച് ചെയ്യാം. ഈ റിമൈൻഡേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ്? 1 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1 1 0 0 1. എന്നിട്ട് എങ്ങനെ ഇടണം? ബേസ് 2. ഇങ്ങനെ എഴുതിയാലാണ് കംപ്ലീറ്റ് ആവും ബൈനറി നമ്പർ. ഓക്കെ, അപ്പോൾ 25ൻ്റെ ബൈനറി 25 എന്നുള്ളത് ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 11001. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. 245 ബേസ് 10. ഈ നമ്പർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. 245 ഡിവൈഡ് ചെയ്യുന്നത് ബൈനറിയുടെ ബേസ് കൊണ്ട് 2. 2ൽ 2 1s are 2, 2 2s are 4, again 2 2s are 4, അപ്പോൾ റിമൈനിങ് 1, റിമൈൻഡർ 1 ആവും. again 2 12ൽ 2 6s are 12, 2 1s are 2, ഇപ്പോൾ ഇവിടെ എന്താണ്? 0. നെക്സ്റ്റ് 2 6ൽ 2 3s are 6, 1ൽ പോവില്ല, അതുകൊണ്ട് നമ്മളിവിടെ 0 ഇട്ടു. അപ്പോൾ റിമൈൻഡർ എന്താണ്? 1. ഇനി 2 1s are 2, റിമൈനിങ് 1, ഇപ്പോൾ ഇവിടെ 10, 2 5s are 10, ഇപ്പോൾ ഇവിടെ 0 വരും. നെക്സ്റ്റ് 2 7s are 14, ഇപ്പോൾ റിമൈനിങ് എന്താണ്? 1. 2 3s are 6, റിമൈൻഡർ 1. 2 1s are 2, അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 1. ഈ 1 ഇവിടെ നിർത്തരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 ഇട്ടു, ഇവിടെ ക്വസ്റ്റ്യന് 0 കൊടുത്തു, 1 ഇവിടേക്ക് എഴുതി. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈനറി ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് LSB, ഇത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുക? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലേക്ക് നമ്മളിവിടെ എങ്ങനെ എഴുതാം? നമുക്ക് ഈക്വൽ ടു 1 1 1 1, 4 1s ഉണ്ട് അല്ലേ? 1 1 1 1, 0 0 1 0, again 1. ഇതാണ് 245. അതായത് ഈ ഡെസിമൽ നമ്പർ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? ഇങ്ങനെ ബേസ് 2 ഇങ്ങനെ ഇട്ടു. അപ്പോഴാണ് ഇത് ബൈനറി നമ്പർ. അപ്പോൾ ഡെസിമൽ നമ്പർ 245 അല്ലെങ്കിൽ 245 കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 1 1 1 0 1 0 1. ഇതാണ് ഡെസിമലിൽ നിന്ന് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. നേരത്തെ നമ്മൾ കണ്ടത് ഹോൾ നമ്പേഴ്സിൻ്റെ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ. ഡെസിമൽ നമ്പർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ആ ഡെസിമൽ നമ്പർ ഏത് നമ്പറാണ്? റിയൽ നമ്പറാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 277.27 ബേസ് 10. ഇതൊരു റിയൽ നമ്പറാണ്, ഡെസിമൽ നമ്പറാണ്, ഡെസിമലിൻ്റെ റിയൽ നമ്പർ. ഇതിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? അപ്പോൾ ഇതിൽ ഈ റിയൽ നമ്പറിന് 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട്, ഈ പാർട്ടിനെ പറയും ഇൻ്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയാം. ഈ പാർട്ടിനെ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയാം. അപ്പോൾ ഈ 2 പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ബൈനറിയിലേക്ക് ഒരുമിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ്റഗ്രൽ പാർട്ടിനെ നമ്മൾ ഹോൾ നമ്പറിൽ ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്ത് ചെയ്യും 2 കൊണ്ട്. ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്, ഡിവൈഡ് അല്ല ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ചെയ്യണം.
നോക്കാം നമുക്ക്. 277 ഇത് ഇൻ്റഗ്രൽ പാർട്ടാണ്. നേരത്തെ ഹോൾ നമ്പറിന് ചെയ്ത പോലെ തന്നെ നമ്മളിതിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 3 2 6 1 ഇവിടെ വരും. 17 8 2 16 റിമൈനിങ് 1 2 13 6 ഇവിടെ 1 വന്നു. 9 9 2 18 അപ്പോൾ ഇവിടെ 0. ഇനി ഇതിൽ 2 3 6 2 4 8 ആണ് വരെ ഇവിടെ. അപ്പോൾ റിമൈനിങ് 1 2 1 2 ഇവിടെ 1 റിമൈനിങ് ഉണ്ട്. 14 7 അപ്പോൾ 0 2 17 2 8 16 അപ്പോൾ 1 റിമൈനിങ് വരും. റിമൈൻഡർ ആയിട്ട് വരും. 2 4 8 അപ്പോൾ ഇതെന്തായി 0. 2 2 4 ഇവിടെ 0 വരും. 2 1 2 ഇവിടെ 0 വരും. ഈ 1ന് ഇപ്പുറത്തേക്ക് കൊടുത്തു. ഇവിടെ എന്താക്കി 0 ആക്കി. അപ്പോൾ ഇതെങ്ങനെ എഴുതും നമ്മൾ? ഇവിടെ എഴുതുമ്പോൾ 1 0 0 0 3 zeros, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്. 1 0 0 0 1 0 1 1 0 1 0 1 0 1 ഇതാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് 277, അതായത് 277 കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് കിട്ടിയത്. ഇനി ഇവിടെ പോയിന്റ്. ഇനി നമുക്ക് ഈ 27 കൺവേർട്ട് ചെയ്യണം. 27 എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതായത് മൾട്ടിപ്പിൾ ചെയ്യണം. 0.27 വെറുതെ 0.27 ഇടുന്നതിന് പകരം ഒരു 0 ഇവിടെ കൊടുത്തു എന്നുള്ളൂ. അത് വാലിഡ് അല്ല. അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 7s 14 1 റിമൈനിങ് 2 2 4 + 1 5. അതായത് ഇവിടെ കിട്ടുന്നത് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 0.54 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ പാർട്ടിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ ക്യാരി ആയിട്ട് എഴുതാം. അതാണ് നമ്മുടെ ബൈനറി നമ്പറിലേക്കുള്ള കൺവേർഷൻ. അപ്പോൾ നമ്മളിവിടെ ക്യാരി എന്ന് എഴുതാം. ക്യാരിക്ക് ഇവിടെ 0 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 0 കൊടുത്തു. ഇനി ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 0 ഇത് വെറുതെ ഇടുന്നതാണ് കേട്ടോ ഈ 0. ഈ ഫ്രാക്ഷണൽ പാർട്ട് എഴുതി 54 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 2s 8 5 2s 10. അപ്പോൾ നോക്കിയാൽ 2 പാർട്ട് കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇതിൽ ക്യാരി ഇപ്പോൾ 1 ആണ്. ഇൻ്റഗ്രൽ പാർട്ട് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരിയുടെ അവിടെ നമ്മൾ എന്ത് റൈറ്റ് ചെയ്യണം? 1. ഇനി ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 0.08 ഇതാണ് ഫ്രാക്ഷണൽ പാർട്ട് ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 2s 16 1 റിമൈനിങ് 2 0 0. അപ്പോൾ 1 ഇവിടെ വരും. അപ്പോൾ എന്താണ് ഇത്? 0 ആണ് ഇവിടെ ഇൻ്റഗ്രൽ പാർട്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? അതായത് ക്യാരി 0 ആണ്. ഇൻ്റഗ്രൽ പാർട്ട് ഇവിടെ എഴുതി. ഇനി നമുക്ക് വരുന്നത് എന്താണ്? വരയ്ക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇൻ്റഗ്രൽ പാർട്ട് 0യും ഫ്രാക്ഷണൽ പാർട്ട് 16 ആണ്. അപ്പോൾ നമ്മൾ അഗെയിൻ 0.16 ഫ്രാക്ഷണൽ പാർട്ട് എഴുതി ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? 6 2s 12 1 റിമൈനിങ് 1 2s 2 2 1 3. ഇൻ്റഗ്രൽ പാർട്ട് 0 തന്നെയാണ്. അപ്പോൾ നമ്മൾ അതെടുത്ത് 0 ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര വേണമെങ്കിലും മൂവ് ചെയ്യാം, സ്റ്റെപ്സ് ചെയ്യാം. ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഇനി ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്? 0.32 ഇൻറ്റു 2. ഫ്രാക്ഷണൽ പാർട്ടിനെ 2 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്താ 2 to 4, 3 to 6. അപ്പോഴും നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ പാർട്ട് കിട്ടുന്നത്? 0 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും പോകാം. എവിടെ വരെ പോകുന്നത്? ഈ ഫ്രാക്ഷണൽ പാർട്ട്, ഒന്നുകിൽ ഫ്രാക്ഷണൽ പാർട്ട് 0 ആവുന്ന വരെ നമുക്ക് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ കേസിൽ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഫ്രാക്ഷണൽ പാർട്ട് എഴുതുമ്പോൾ 2 ഡിജിറ്റ്സ് എഴുതാറുള്ളൂ അല്ലേ? ഒന്നുകിൽ 2 ഡിജിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 4 ഡിജിറ്റ്സ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒരു 4 ഡിജിറ്റ്സ് വരെ നമുക്കിങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 0 കിട്ടുന്ന വരെ, ഫ്രാക്ഷണൽ പാർട്ട് 0 ആവുന്ന വരെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇത്രയും ഇപ്പം എത്രയാണ്? ഇവിടെ വരെ എഴുതിയാൽ മതി. നമുക്ക് 4 ഡിജിറ്റ്സ് എടുക്കാം. ഇത്രയും. ഈ പാർട്ട് വേണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പം നമ്മൾ ഈ 4 ഡിജിറ്റ്സ് നമുക്ക് ചെയ്യാം. അപ്പം ഇതിന് ഇനി റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലേക്കാണ് ഇൻ്റഗ്രൽ പാർട്ടിൻ്റെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾ നമ്പറിനെ നമ്മൾ റൈറ്റ് ചെയ്തത് അല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഫ്രാക്ഷണൽ പാർട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ കിട്ടുന്ന ക്യാരിനെ റൈറ്റ് ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്, ഇതിൻ്റെ റിവേഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇവിടെ ആൻസറിൽ എങ്ങനെ എഴുതണം? നമുക്ക് 0 1 0 0 0 1 0 0. 270 നമ്മൾ 4 ബിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളൂ. ഇനിയും നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഡൗണിലേക്ക് കൊടുക്കാം. 0 വരുന്ന വരെ നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അത്രയും ബിറ്റ്സ് ഇവിടെ റൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ 4 വരെ ചെയ്തു എന്നുള്ളൂ. അപ്പം ഇതാണ് എന്ത് 277.27. അതിൻ്റെ കൺവേർഷൻ ബൈനറിയിലേക്ക്, ഈ റിയൽ നമ്പറിൻ്റെ ബൈനറി കൺവേർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് അപ്രോക്സിമേറ്റ് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് മാക്സിമം ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ബേസ് 2. അപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡെസിമൽ നമ്പർ തന്നെയാണ്. ആ റിയൽ നമ്പറാണ്. ഡെസിമലിൻ്റെ റിയൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? അപ്പോൾ 2 രീതിയിൽ ചെയ്യണം. അതായത് 2 എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ പാർട്ടുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. ഇൻ്റഗ്രൽ പാർട്ടിന് നമ്മൾ ഹോൾ നമ്പർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മോസ്റ്റ് ബിറ്റിൽ നിന്ന് ലീസ്റ്റ് ബിറ്റിലേക്ക് റൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ബൈനറി കൺവേർഷൻ കിട്ടും. ഫ്രാക്ഷണൽ പാർട്ടിനെ ഡിവൈഡ് അല്ല ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻ്റഗ്രൽ പാർട്ട് ആണ് ക്യാരി ആയിട്ട് എഴുതേണ്ടത്. അതിനെയാണ് നമ്മൾ ബൈനറി നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ടോപ്പ് ടു ബോട്ടത്തിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്.